ഇടുക്കി വട്ടക്കണ്ണിപ്പാറയിൽ വിനോദസഞ്ചാരികളുടെ വാഹനം മറിഞ്ഞ് 2 പേർ മരിച്ചു. തമിഴ്നാട് ശിവഗംഗ സ്വദേശികളായ റജീന, സന എന്നിവരാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന 14 പേർക്ക് പരിക്കേറ്റു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, 2 പേരുടെ മരണത്തിനിടയാക്കിയ ദാരുണമായൊരു അപകടം എങ്ങനെ സംഭവിച്ചു? കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? വിവരങ്ങൾ. സൈഫുദ്ദീൻ തമിഴ്നാട് ശിവഗംഗയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ ഇവർ തേക്കടി സന്ദർശനത്തിനായി എത്തിയിരുന്നു. തേക്കടിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രക്കിടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് തലകീഴായി മറിഞ്ഞത്. നെടുങ്കണ്ടത്ത് നിന്നും രാജാക്കാടിനുള്ള വഴിയിൽ കുത്തുങ്കലിന് സമീപം വട്ടക്കണ്ണിപ്പാറയിലാണ് ഈ അപകടം ഉണ്ടായത്. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും കൊടും വളവുകളുമുള്ള ഒരു റോഡാണ്. റോഡ് നല്ല നിലവാരമുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അമിത വേഗതയിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരത്തിൽ ഇറക്കമിറങ്ങി വരുന്നതിനിടെ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും ഈ സ്ഥലത്ത് നാട്ടുകാർ എത്തിച്ചേർന്നിരുന്നു. ഉടൻ തന്നെ ഉടുമ്പൻചോല രാജാക്കാട് പോലീസും സ്ഥലത്തെത്തി, ഫയർഫോഴ്സും സ്ഥലത്തെത്തി. വാഹനം തലകീഴായി മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഈ വാഹനത്തിൻ്റെ അടിയിൽ പെട്ടുകിടക്കുകയായിരുന്നു ഈ കുട്ടിയെ വാഹനം ഉയർത്തിയ ശേഷമാണ് അവിടെ നിന്ന് മാറ്റാനായത്. വാഹനം പൂർണ്ണമായും അതിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. വാഹനം വെട്ടിപ്പൊളിച്ച് ആണ് ഈ പരിക്കേറ്റവരെ പൂർണ്ണമായും ആശുപത്രിയിലേക്ക് മാറ്റാനായത്. 2 പേർ മരിച്ചു എന്നുള്ള ആണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത. അതായത് 30 വയസ്സുള്ള റജീന, 7 വയസ്സുള്ള സന എന്നിവരാണ് മരിച്ചത്. 14 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഗുരുതര പരിക്കേറ്റിട്ടുള്ള ആളുകളെ രാജാക്കാട്ടെയും അടിമാലിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ച 2 പേരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇടുക്കിയിലെ മലയോര മേഖലകളിലെ വഴി പരിചയക്കുറവ് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്രദേശങ്ങളിൽ പരിചയമില്ലാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒപ്പം തന്നെ വഴി നല്ലതായതുകൊണ്ട് തന്നെ അമിത വേഗതയിൽ വാഹനങ്ങൾ വന്നു പോകുന്നു എന്നുള്ളതും ഈ അപകടങ്ങൾക്ക് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരി, സിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത്.